ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പ്ലസ് 1 ഓണപ്പരീക്ഷ കേരളത്തിലുള്ള മെജോറിറ്റി സ്കൂളുകളും തീർന്നിരിക്കുകയാണ്. ചില സ്കൂളുകളിൽ 1-2 സബ്ജക്റ്റുകൾ ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഓണപ്പരീക്ഷ എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിലുള്ളതുപോലൊരു ചോദ്യ പേപ്പറുള്ള ചോദ്യങ്ങളല്ല പ്ലസ് 1 നിങ്ങളെ കാത്തിരുന്നത്. ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡായ ക്വസ്റ്റ്യൻസ് ആണ് ഈവൻ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോൾ പോലും നിങ്ങൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഓണപ്പരീക്ഷയ്ക്ക് ശേഷം ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയിലും മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും എത്രത്തോളം ഒരു ചോദ്യ പേപ്പറാണ് എന്ന കാര്യം നിങ്ങൾ ഈ മൊമെൻറ്റിലെങ്കിലും തിരിച്ചറിയുക. ഓണപ്പരീക്ഷ ഒരു യൂണിറ്റ് ടെസ്റ്റിൻ്റെ ലാഘവത്തോടുകൂടി എഴുതി കളഞ്ഞവരായിരിക്കും മെജോറിറ്റി കുട്ടികളും. പക്ഷെ അങ്ങനെയാവരുത് ഇനി വരാനിരിക്കുന്ന ഓരോ പരീക്ഷയും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. കാരണം അവിടെ പ്രോപ്പർ വെയിറ്റേജിൽ പ്രോപ്പർ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുള്ള കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി അങ്ങോട്ടുള്ള ഓണപ്പരീക്ഷയെ തുടർന്നുള്ള എല്ലാ ചോദ്യ പേപ്പറുകളും നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ അതൊരിക്കലും ഈ ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ആയിട്ട് ഇപ്പോൾ പഠിച്ച പോലെ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് ഒരു 20 മാർക്കിനും 30 മാർക്കിനും ചോദ്യ പേപ്പർ പോലെ ഉത്തരം എഴുതാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമല്ല. കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ തിരിച്ചറിവ് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഈ മൊമെൻറ്റിലെങ്കിലും വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതങ്ങനെ വരേണ്ടതുമാണ്. കാരണം ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം കൂടിയല്ല. ഇനി നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഗ്നി ബാച്ചിനകത്ത് 3rd ബാച്ച് ഓണപ്പരീക്ഷയ്ക്ക് ശേഷമുള്ള 3ാമത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻ കറൻ്റ്ലി ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനം മുതലാണ് പ്ലസ് 1 3rd ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ആ 3rd ബാച്ചിലോട്ട് നിങ്ങൾക്ക് കറൻ്റ്ലി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇന്ന് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഓഫർ കറൻ്റ്ലി ഉണ്ട്. നമ്മുടെ ഫ്രീഡം ഓഫർ ഇന്നത്തോടുകൂടി തന്നെ അവസാനിക്കുകയാണ്. സോ ഇന്ന് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ ആ 10% ഓഫ് ടോട്ടൽ ഫീസ് സ്ട്രക്ചറിനകത്ത് വരത്തുള്ളൂ. ഏകദേശം 500 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് ഓഫർ വരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വീണ്ടും ആ 5000 എന്ന് പറയുന്ന ടോട്ടൽ ഫീസ് സ്ട്രക്ചറിലോട്ട് മാറാനിരിക്കുകയാണ്. സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണ് ഇനിയെങ്കിലും സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം, ഇനിയെങ്കിലും ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് ഏറ്റവും മികച്ച മാർക്ക് ഉറപ്പിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിച്ച് ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുമുണ്ട്.